ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് പൂരിയും ഗ്രീൻ പീസ് കടലക്കറിയാണ്. പട്ടാണി എന്നും പറയും, ഗ്രീൻ പീസ് കടലക്കറിയാണ്. രാവിലെ സത്യം പറഞ്ഞാൽ മുന്നെയൊക്കെ ഞാൻ ഈ പൂരിന്ന് കേൾക്കുമ്പോഴേക്കും എൻ്റെ ഒരു ചെറുതിലൊന്നും ഞാൻ ഇങ്ങനെ പൂരിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴൊക്കെ കൂടുതലും ദോശ, അപ്പം, പുട്ട് അങ്ങനത്തെ സംഭവങ്ങൾ കഴിച്ചിട്ടുള്ളൂ. ഈ പൂരി എന്നുള്ള സാധനം ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. അത് കഴിച്ച് തുടങ്ങിയത് തന്നെ ഈ കല്യാണത്തിനൊക്കെ ശേഷമാണ്. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് വിചാരിച്ചിട്ടുണ്ട് പൂരി എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിരിക്കും, ഒരുപാട് നേരത്തെ ജോലിയായിരിക്കും, അറിഞ്ഞൂടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. പിന്നെ ഞാനായിട്ട് കുക്കിങ്ങിലും പാചകത്തിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴേക്കും ഉണ്ടാക്കി തുടങ്ങിയില്ല. കുട്ടികൾക്ക് പൂരി നല്ല ഇഷ്ടമാണ്. അപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞാൽ പൂരി എന്ന് പറഞ്ഞ സംഭവം എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. ജസ്റ്റ് മാവ് എടുക്കുക, പിന്നെ ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് വരെ വയ്ക്കുന്നത്. പിന്നെ അതിൽ വേണമെങ്കിൽ റവ ചേർക്കാം. ഞാൻ ഇതുവരെയും റവ ചേർത്തിട്ടില്ല. റവ ചേർക്കാൻ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ സാധാ മാവിൽ തന്നെ ആട്ടമാവ്, നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടമാവിലാണ് വിരവി കുറേ നേരത്തേക്ക് ഒരു അരമണിക്കൂർ മുന്നേ വിരവി അതിന് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് എത്രത്തോളം നമ്മൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വിരവി വയ്ക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഞാൻ നല്ല ഇടിച്ച് മടിച്ച് പൊറോട്ടയ്ക്കൊക്കെ വരവുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ എന്താണെന്നറിയോ, നല്ല മുരിച്ചെടുക്കുമ്പോൾ നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ അതിനെ മാവിനെ ആദ്യം തന്നെ വിരവി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കറി പച്ച പട്ടാണി കടലയാണല്ലോ. അത് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്. ആദ്യം കുക്കറിൽ കടല, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, സവാള ഇതെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കും. വേവിച്ച് അത് ഒരു അടുപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കും. മറ്റൊരടുപ്പിൽ വേറൊരു പാന് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഇട്ട് ജസ്റ്റ് അതിനെ ഒന്ന് വരട്ടാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ വേറൊരു സൈഡ് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് തേങ്ങ എടുക്കുള്ളൂ. ഒരുപാട് തേങ്ങ എടുക്കില്ല, ഇതിന് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ലല്ലോ. കുറച്ച് തേങ്ങ എടുത്ത് അതിൽ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ ഗരം മസാലയും ചേർക്കാം. എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിപ്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല അല്ല കേട്ടോ, പെരുംജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗരം മസാല ഇരുന്ന് തീർന്നു പോയി, അത് ഓർമ്മിച്ചില്ല. കറി വയ്ക്കാൻ നേരം നോക്കിയപ്പോഴാണ് ഗരം മസാല ഇല്ല. അങ്ങനെ അതും കൂടെ അരച്ച് വയ്ക്കും. പിന്നെ അരച്ചതിലേക്ക് ഈ വരട്ടാൻ വെച്ചിരിക്കുന്ന തക്കാളിയിലോട്ട് ഈ അരപ്പിനെ ആദ്യം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും. ഈ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഈ വേവാൻ വെച്ചിരിക്കുന്നില്ലേ ആ കടലയൊക്കെ ഇതിലോട്ട് തട്ടി ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും, നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ല, അതൊരു സത്യമാണ്. പറഞ്ഞ് കേട്ടറിവാണല്ലോ നമ്മൾ ചെയ്യുന്നത് പിന്നീട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്.